ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് എനിക്കൊരു ടോപ്പിക് വൈസ് ഒന്നും അല്ല സംസാരിക്കാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ സൺഡേ ആയിരുന്നുകൊണ്ട് തന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ എൻ്റെ ലൈഫിൽ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു സൺഡേ, കുറേ നാൾക്ക് ശേഷം ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു സൺഡേ ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ സമ്മർ വെക്കേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് പാട്ട്, ഡാൻസ്, റീൽസ് എല്ലാം ആയിട്ട് അടിപൊളിയായിരുന്നു ഇന്നലത്തെ ഒരു ദിവസം. അപ്പം ഞാനിങ്ങനെ വെറുതെ ഓരോ കാര്യങ്ങളിങ്ങനെ വാച്ച് ചെയ്തപ്പം ഇന്ന് അമ്മയെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ അമ്മയുടെ പേര് ജ്യോതി ബാലകൃഷ്ണൻ. അമ്മ ഒരു ടീച്ചറാണ്. അതേപോലെ അമ്മ തിരുവാതിര, കഥകളി ഒരു ആർട്ടിസ്റ്റും കൂടെയാണ്. അപ്പം അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും വഴക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും വഴക്കായിരിക്കും. മിക്കവാറും നമ്മൾ ചേരത്തില്ല. പിന്നെ പ്രത്യേകിച്ച് പറയുമല്ലോ, ടീച്ചേഴ്സിൻ്റെ മക്കളാവുമ്പോഴത്തേനും അതിൻ്റെതായ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെൻ്റെ ലൈഫിലും ഉണ്ടായിരുന്നു. പോരാത്തതിന് ഞാൻ ഒറ്റ മോളും. അപ്പം ഇതിൻ്റെ എല്ലാം ഒരു കൂടായതുകൊണ്ട് ഞാൻ കൂടുതൽ കമ്പനി അച്ഛനായിട്ടായിരുന്നു. അമ്മയോട് എപ്പോഴും വഴക്കിന് മാത്രമേ ഞങ്ങളങ്ങനെ അടുക്കാറുള്ളൂ. കഴിഞ്ഞ ദിവസം കുറേ ഇൻസിഡൻറ്റ്സ് എൻ്റെ മൈൻഡിലോട്ട് വന്നപ്പം ഇന്ന് എനിക്കിത് സംസാരിക്കണം എന്ന് തോന്നി. എന്താണെന്ന് വെച്ചാൽ അമ്മ എപ്പോഴും അവിടെ ഉള്ളതുകൊണ്ട് അമ്മേനെ അങ്ങനെ വലിയ കാര്യമാക്കുന്നില്ല നമ്മുടെ ലൈഫിൽ. ഞാനിങ്ങനെ വിചാരിച്ചായിരുന്നു, എൻ്റെ പ്രോഗ്രാംസിന് ഞാൻ ഡാൻസ് ചെയ്യും. അപ്പം ഈ ഡാൻസ് ചെയ്യുന്ന സമയത്ത് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഡാൻസ് ഐറ്റത്തിന് എന്നെ കൂട്ടും. അതായത് ഒരു 4-5 ഐറ്റം ഒക്കെ ഉണ്ടാവും. ഡാൻസ്, പല ഡാൻസ്, ഫോക്ക് ഡാൻസ്, ഭരതനാട്യം, ഗ്രൂപ്പ് ഡാൻസ്, ഒപ്പന, തിരുവാതിര, ഇങ്ങനെ പല ഐറ്റം ഉണ്ടാവും. അപ്പോൾ പല ഐറ്റം ഉണ്ടാകുമ്പോഴത്തേനും ഒരു പ്രോഗ്രാം കഴിഞ്ഞ് 2 എണ്ണത്തിൻ്റെ ഗ്യാപ്പൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തൊട്ട് അടുത്തതിന് വേണ്ടി ഡ്രസ്സ് മാറി വരണം. അപ്പം എല്ലാത്തിനും എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓടിപ്പോയിട്ട് അടുത്ത ഡ്രസ്സ് വേഗം ഇടിക്കുന്നു, കൊണ്ടുപോകണു, അടുത്തതിന് കൊണ്ടുപോകണു. ഈ ഒരു പ്രോസസ്സ് ഫുള്ള് കൂടെ ഉണ്ടായിരുന്നു. ഇതെനിക്ക് റിയലൈസ് ചെയ്ത് എപ്പോഴാണെന്ന് വെച്ചാൽ എൻ്റെ കസിൻ സിസ്റ്റർ അവളുടെ ആനുവൽ ഡേക്ക് അവളുടെ അമ്മ ഇതുപോലെ ചെയ്യുന്ന കണ്ടപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ദൈവമേ, പണ്ട് എനിക്കും ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയാണ് ഇതൊക്കെ ചെയ്തു തന്നത്. ഇപ്പോഴാണെങ്കിൽ പോലും അമ്പലങ്ങളിൽ ഉത്സവത്തിന് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അമ്മ എനിക്ക് ആ സമയത്ത് വേണം. ഈവൻ മേക്കപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിലും മുടി കിട്ടുന്ന സമയത്താണെങ്കിലും ഡ്രസ്സ് ഇടുന്ന സമയത്താണെങ്കിലും അമ്മ അവിടെ ഉണ്ടാവണം. അതിപ്പോൾ അമ്മ ഓരോ തിരക്ക് പറയുമ്പോഴും നമ്മൾ പറ്റത്തില്ല, അമ്മ വേണം. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ ഉണ്ടായി വിളിക്കും, അമ്മേ അതെവിടാ, അമ്മേ ഇതെവിടാ. ഈ കാര്യങ്ങളൊക്കെ മേ ബി ഇത്രയും പ്രായമായെങ്കിൽ പോലും ഇതൊക്കെ ഓൾറെഡി ഒറ്റക്കുട്ടി ആയതുകൊണ്ട് തന്നെ എങ്ങും ഇടത്തില്ല. അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാൽ അച്ഛൻ സമ്മതിക്കും. ഉടനെ അമ്മ പറയും വേണ്ട, പോകണ്ട, അച്ഛനാണ് എല്ലാത്തിനും വളം വെച്ച് തരുന്നത്. ഇങ്ങനെ പറഞ്ഞു അമ്മേനെ നമ്മളൊരു സൈഡാക്കി വെച്ചേക്കായിരുന്നു. കാര്യം ഒന്നിനും സപ്പോർട്ട് ചെയ്യത്തില്ല. എന്തായാലും ചോദിച്ചിട്ട് കാര്യമില്ല, നെഗറ്റീവ് ആയിരിക്കും, അല്ലെ നോ ആയിരിക്കും ഉത്തരം. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പയ്യ അമ്മയായിട്ടൊരു ആ ഒരു ചേർച്ചക്കുറവായിരുന്നു കുഞ്ഞില്. അത് കഴിഞ്ഞ് ഇത് സത്യം പറഞ്ഞ ഒരു എന്താ പറയുക, ലൈഫ് മൂവ്സ് ഇൻ എ സർക്കിൾ എന്ന് പറയത്തില്ല, അത് എക്സാക്ട്ലി കറക്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു 7-8 വയസ്സ് വരെ അമ്മ 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 എവിടെ പോയാലും അമ്മയുടെ സാരി, അമ്മയുടെ ചുരിദാർ, അമ്മയുടെ സൗന്ദര്യം എല്ലാം അമ്മയ്ക്ക് അഡിക്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു ടീനേജ് പ്രായത്തിലേക്ക് എത്തിയപ്പോൾ ഒരു 13-14 വയസ്സൊക്കെ ആയപ്പോഴത്തേനും ഇത് അമ്മ എന്തിനാ എല്ലാത്തിനും പുറകെ നടക്കുന്നത്, എനിക്ക് കുറച്ച് പ്രൈവസി, ഇവിടെ ഒന്നും ഉച്ചയ്ക്കിരിക്കാൻ പറ്റത്തില്ല, ഇതൊരു കഷ്ടമായത്. ഈ ഒരു മെൻറ്റാലിറ്റിയിലോട്ട് മാറി അമ്മയുടെ നേരെയുള്ള ഇത്. അതും കഴിഞ്ഞ് ആ ഒരു പ്രായത്തിൽ തന്നെ പറയും അമ്മയ്ക്കൊന്നും ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല, എൻ്റെ കൂട്ടുകാരുടെ ഫുഡ് എന്തൊക്കെ അമ്മ ഉണ്ടാക്കി തരുന്നതെന്നറിയോ, അവർക്ക് അത് വെക്കും ഇത് വെക്കും എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കും, എൻ്റെ അമ്മയ്ക്ക് ഒന്നും അറിയത്തില്ല. ഈ ഒരു കാര്യത്തായി ഇത് മാത്രം, ഫുഡിൻ്റെ മാത്രമല്ല ഒരു കാര്യം അറിയത്തില്ല എന്നുള്ളൊരു മൈൻഡിലോട്ട് വന്നു, അല്ലെ അങ്ങനെ സംസാരിച്ചു തുടങ്ങി. അതും കഴിഞ്ഞൊരു 16-17 വയസ്സൊക്കെ എത്തിയപ്പോഴത്തേനും പറയും, നിങ്ങൾ പഠിച്ച പോലെ ഒന്നും അല്ല, ഇപ്പോൾ ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ട്, നിങ്ങൾ പഠിച്ച കാലമൊക്കെ പണ്ടല്ലേ, അതൊന്നും അല്ല ഇപ്പോൾ പഠിക്കാനുള്ളത്, എനിക്ക് അത്യാവശ്യം നിങ്ങളെക്കായി വിദ്യാഭ്യാസം ഉണ്ട്, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാനൊക്കെ അറിയാം, അതുകൊണ്ട് എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട. ഈ ഒരു ആറ്റിറ്റ്യൂഡായി അമ്മയുടെ അടുത്ത്. അതും കഴിഞ്ഞൊരു 18-19 വയസ്സെത്തിയപ്പോൾ പിന്നെയും ടോണൊന്ന് മാറി. നശിച്ച വീട്ടിൽ നിന്നൊന്നും പോയാൽ മതി, ഇങ്ങനെയുണ്ടോ ഇത്, ഒരു രക്ഷയില്ല ഇവിടെ, എനിക്കിവിടെ വേണ്ട, എനിക്ക് വീട്ടിൽ നിൽക്കണ്ട, ഇതൊരു കഷ്ടകാലമാണ് ഇവിടെ നിൽക്കണേ, ഇങ്ങനെയൊക്കെയുള്ള സംസാരമായി. അതും കഴിഞ്ഞ് പെട്ടിക്കിടക്കെടുത്ത് ഹോസ്റ്റൽ ജീവിതം തുടങ്ങിയപ്പോഴോ ഫ്രീഡമായി, റെസ്ട്രിക്ഷൻസ് ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല, അമ്മയുടെ വഴക്ക് കേൾക്കാനുള്ള പ്രശ്നങ്ങളില്ല. അത് പയ്യെ കോളിലേക്കായി, ഓരോ ദിവസം വിളിച്ച് വിശേഷം പറയുന്ന അത്ര മാത്രമായി. അപ്പോൾ പതിയെ മിസ്സിങ് ഒക്കെ തുടങ്ങി. അതും കഴിഞ്ഞ് ഒരു 20-22 ആ ഒരു പ്രായത്തെപ്പോഴത്തേനും ഹോസ്റ്റൽ ജീവിതം വയ്യ, എൻ്റെ അമ്മയുടെ ഫുഡ്, പിന്നെ ഞാനിപ്പോൾ വീട്ടിലായിരുന്നു, ഇപ്പോൾ അവിടെ പോയേനെ, ഇപ്പോൾ ഇവിടെ പോയേനെ, ഇങ്ങനെയുള്ള ചിന്തകൾ പതിയെ അമ്മയെ മിസ് ചെയ്യാൻ തുടങ്ങി.
അമ്മ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കാൻ തുടങ്ങി. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സത്യം പറഞ്ഞാൽ ഇന്നിത് ആലോചിച്ചപ്പം ഫുള്ളൊരു സൈക്കിളായിട്ട് പോണു. അപ്പം ഈ മുന്നേ പറഞ്ഞ പ്രായത്തിൽ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു ഗിൽറ്റ് ഫീലിംഗ് വരുന്നു. അങ്ങനെ ഒരാളുള്ളത് കൊണ്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നു പോണത്. ഈവൻ ഞാൻ അമ്മയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ഇവർ മനുഷ്യസ്ത്രീയല്ലേ, ഇവർക്ക് റെസ്റ്റ് ഒന്നും വേണ്ടേ, ഇങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് റെസ്റ്റ് എടുക്കും. പിന്നെ എനിക്ക് ഞാൻ പോത്തൊന്നുമില്ല, വെയിലാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ മടി പറഞ്ഞിരിക്കും. അമ്മയാണെങ്കിൽ ഒരു പരിപാടി കഴിഞ്ഞ് അടുത്ത പരിപാടി കഴിഞ്ഞത്. ഇപ്പം അമ്മ തിരുവാതിര ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൺഡേ കിട്ടിയ ആളങ്ങ് ബിസിയാണ്, ഫുൾ തിരക്കാണ്. രാവിലെ തൊട്ട് ഇത്ര മണിവരെ ഒരു ഇത്, അത് കഴിഞ്ഞ് ഇത്ര മണിവരെ വേറെ ടീമിൽ, അങ്ങനെ ആൾ ബിസിയാണ്. അപ്പം ഞാൻ ആലോചിക്കുക, എൻ്റെ പൊന്നെ ഇതിന് മടുപ്പൊന്നുമില്ല, ചുമ്മാ ഇരിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കും. അതേപോലെ അമ്മ ഭയങ്കര ആക്റ്റീവ്, ഈ ഒരു പ്രായത്തിലും ഭയങ്കര ആക്റ്റീവ്. ആൾ ഫുൾ ഓണാണ് എപ്പോഴും. ഓണാണ് ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞാൽ, ഇന്നലെ തന്നെ നമ്മൾ പിള്ളേരോട് പഴമ്പി കളിക്കാൻ പോയപ്പോൾ അമ്മയുണ്ട്. അമ്മ ഓടിച്ചാടി ഞാൻ നോക്കുമ്പം അവിടെ പോണു, ഇവിടെ പോണു, നമ്മളോട് സാറ്റ് കളിക്കാൻ വരുന്നു, റീൽസ് എടുക്കാൻ നേരത്ത് ഡാൻസ് ചെയ്യാൻ വരുന്നു. ഇങ്ങനെ ആൾ ഫുൾ ഓണാണ്. രാവിലെ തൊട്ടേ നമ്മൾ വെയിലൊക്കെ കൊണ്ടു നടക്കുകയാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് വെയിലൊക്കെ കൊണ്ട് ഉച്ചയായപ്പോൾ തന്നെ ഞാൻ ക്ഷീണിച്ചായിരുന്നു. എന്നാൽ പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് അല്ലെങ്കിൽ കിടന്നിട്ടാവാം എന്ന് വിചാരിച്ചാൽ അമ്മ അടുത്ത പരിപാടി പ്ലാൻ ചെയ്യാം, ഓക്കെ നെക്സ്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ട്. അപ്പം ആൾ ഫുൾ ഓണാണ്. അപ്പം ഭയങ്കര വണ്ടടിച്ചാണ് ഞാൻ ആളെ കാണുന്നത്. നല്ല രീതിയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആൾ ടയേർഡാവുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും, എന്താ പറയുക, കുറച്ചുകൂടെ ബെറ്ററായിട്ട് ആളെ ട്രീറ്റ് ചെയ്യായിരുന്നു, അങ്ങനെയൊക്കെ വിചാരിക്കും. ഒരു പക്ഷേ ഇത് അമ്മയുടെ അടുത്ത് എത്തുമ്പോഴത്തേനും അമ്മ ഈ വീഡിയോ കാണുമെന്നുണ്ടെങ്കിൽ അമ്മ വിചാരിക്കും, ആഹാ ഇപ്പോഴാണ് ഇതൊക്കെ ആലോചിക്കുന്നത് എന്നൊക്കെ. ബട്ട് എനിവേയ്സ്, എനിക്ക് അമ്മയുടെ അടുത്ത് ഹ്യൂജ് റെസ്പെക്റ്റ് ഉണ്ട്. കാര്യം ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച്, അതായത് സ്കൂളിലെ ആൾ ടീച്ചറാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ സ്കൂളിലെ കാര്യങ്ങൾ നോക്കുന്നു, ഈവൻ എൻ്റെ കാര്യങ്ങൾ, അച്ഛൻ്റെ കാര്യങ്ങൾ, അതേപോലെ ഈ പറഞ്ഞ പോലെയുള്ള എല്ലാ പ്രോഗ്രാംസിൻ്റെ കാര്യങ്ങൾ, അവരുടെ ഇപ്പം തിരുവാതിരയിൽ തന്നെ കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ആ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. എല്ലാം മൾട്ടി ടാസ്കിങ് ആണ്. മൾട്ടി ടാസ്കിങ്ങിനൊക്കെ ഒരു പരിധി ഇല്ലടേ എന്ന് പറയുന്ന പോലെയാണ്. ബട്ട് ഷീ ഈസ് എ വണ്ടർ വുമൺ, അങ്ങനെ തന്നെ പറയാം. ആൻഡ് അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ വില കുറച്ച് കാണുന്നതിൻ്റെ കുഴപ്പമാണ് സത്യത്തിൽ ഇത് ഞാനിപ്പോൾ എൻ്റെ അമ്മയെക്കുറിച്ച് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, നിങ്ങളുടെ അമ്മമാരും എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.